ഹായ് സുഹൃത്തുക്കളെ, പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് തയ്യൽ കൂലി വാങ്ങിക്കുന്നതിനെക്കുറിച്ച്, ഓരോ വർഷങ്ങളും തയ്യൽ കൂലിയിൽ വരുന്ന വ്യത്യാസത്തെക്കുറിച്ചൊക്കെ യൂട്യൂബിൽ ധാരാളം വീഡിയോകളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഒരു കാര്യം നിങ്ങളോട് പറയുവാൻ, തയ്യൽ കൂലിയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. തയ്യൽ കൂലി നമ്മൾ വാങ്ങിക്കുന്നത് അടിസ്ഥാനം എന്ന് പറയുന്നത് മറ്റൊരാൾ വാങ്ങിക്കുന്നത് കൊണ്ട് നമ്മളങ്ങനെ വാങ്ങിക്കുകയല്ല. തയ്യൽ കടകളിൽ ഏകദേശം ഒരേ താരിഫിലാണ് പലരും കൂലി വാങ്ങിക്കുന്നത്. ചില കടകളിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഷർട്ട് തയ്ക്കുന്നതിന് ചില കടകൾ അത് 400 രൂപ വാങ്ങുന്നു, ചില കടകളിൽ 300 രൂപ വാങ്ങുന്നു, ചില കടകളിൽ അത് 350 രൂപ വാങ്ങുന്നു. അപ്പോൾ തന്നെ ആ ഷർട്ട് വീടുകളിലാണ് തയ്ക്കുന്നതെങ്കിൽ, അപ്പോൾ ഒരാൾ വീട്ടിലിരുന്നൊരു ഷർട്ട് തയ്ച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹം 300 രൂപയോ 350 രൂപയോ വാങ്ങുന്നു. അപ്പോൾ കൂലി വാങ്ങുന്നതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് എന്താണെന്നാണ് ഞാനിന്ന് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഒരു കടയിൽ വാങ്ങുന്ന അതേ കൂലി തന്നെ ആയിക്കൊള്ളുന്നില്ല മറ്റൊരു കടയിൽ വാങ്ങുന്നു. അതിൻ്റെ കാരണം, ഇതിന് ഏകീകൃതമായ ഒരു കൂലി ആരും നിശ്ചയിച്ചിട്ടില്ല. അതിന് കാരണമുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് ബ്ലൗസ് തന്നെ എടുക്കാം. ഒരു ബ്ലൗസ് തന്നെ എല്ലാ കടകളിലും ഒരു ബ്ലൗസ് ഒരേ രീതിയിലല്ല തയ്ക്കുന്നത്. ബ്ലൗസ് തയ്ക്കുന്നതിന് പല മോഡലുകളുണ്ട്. അപ്പോൾ മോഡലുകൾക്കനുസരിച്ച് ചാർജിൽ വ്യത്യാസം വരാം. അപ്പോൾ ഒരു കടയിൽ ഒരു ബ്ലൗസ് വെച്ചിട്ട് 300 രൂപ വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും 300 രൂപ വാങ്ങിക്കണമെന്നോ അല്ലെങ്കിൽ എല്ലാ കടകളിലും 300 രൂപയാണോ എന്നോ അതിനർത്ഥമില്ല. അപ്പോൾ 300 രൂപ വാങ്ങുന്ന ഒരു വ്യക്തി അദ്ദേഹം ചെയ്ത വേലയ്ക്കുള്ള, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത ആ ഡിസൈൻ അനുസരിച്ച്, അല്ലെങ്കിൽ അതിനുവേണ്ടി സമയം ചെലവഴിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കൂലി വാങ്ങുന്നത്. മറ്റൊരാൾ ചെയ്ത ഡിസൈനും അദ്ദേഹം ചെലവഴിച്ച സമയവും കണക്ക് കൂട്ടിക്കൊണ്ടാണ് അദ്ദേഹം കൂലി വാങ്ങിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഈ കൂലി വാങ്ങുന്ന കാര്യത്തിൽ നമുക്കൊരു ഏകീകൃതമായ ഒരു കൂലിയില്ല. ഇപ്പോൾ കൊച്ചിയിലൊരു കൂലി, എറണാകുളത്തൊരു കൂലി, അല്ലെങ്കിൽ തൃശ്ശൂരൊരു കൂലി, കോഴിക്കോടൊരു കൂലി, തിരുവനന്തപുരത്തൊരു കൂലി, അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ പ്രാദേശിക അടിസ്ഥാനത്തിൽ ഒരു കൂലി വാങ്ങുന്നതല്ല അത്. അപ്പോൾ നമ്മൾ കൂലി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ തയ്പ്പിക്കുന്ന ഡ്രസ്സിൻ്റെ ഡിസൈൻ, അതിന് വരുന്ന ചിലവ്, അതിനു വേണ്ടി ഉപയോഗിക്കുന്ന സമയം, ഇതെല്ലാം കണക്ക് കൂട്ടിക്കൊണ്ടാണ് ഒരു കൂലി നിശ്ചയിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിശ്ചയിക്കുമ്പോൾ ഒരു കടയിലെ പൈസ ആയിക്കൊള്ളുന്നില്ല മറ്റൊരു കടയിൽ. അതുപോലെ തന്നെ കടയിൽ തയ്ക്കുന്ന കൂലിയല്ല വീട്ടിൽ തയ്ക്കുമ്പോൾ, അതിനും വ്യത്യാസങ്ങളുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടൈലറിങ് ഷോപ്പ് എന്ന് പറയുന്നത് ഒരു ബിൽഡിങ് വാടകയ്ക്ക് എടുത്തതോ അല്ലെങ്കിൽ വിലയ്ക്ക് വാങ്ങിയതോ ആവാം. അതിന് നല്ല ഫർണിഷിംഗ് കൊണ്ടാവാം, ഷോ ആയിട്ട് അതൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളിടത്തൊക്കെ കൂലി അല്പം കൂടുതൽ വാങ്ങിക്കും. അത് ആ കടയുടെ ഷോ അനുസരിച്ചൊക്കെയാണ്. എന്നാൽ നമ്മൾ വീടുകളിലിരുന്ന് തയ്ക്കുമ്പോൾ അതിന് ഷോയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു പക്ഷേ വാടക കൊടുക്കണ്ട, അതുപോലെ തന്നെ ലേബലില്ല, കവറില്ല, അങ്ങനെയുള്ള പല കാരണങ്ങളാൽ നമുക്ക് വീടുകളിൽ തയ്ക്കുമ്പോഴായിട്ട് തയ്പ്പൂലി വളരെ കുറച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. കടകളാകുമ്പോൾ അതിന് ബാഗുണ്ട്, ലേബലുണ്ട്, കവറുണ്ട്, അതിന് വാടകയുണ്ട്, തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട കൂലിയുണ്ട്. അങ്ങനെ എല്ലാം കൂടെ കണക്ക് കൂട്ടിക്കൊണ്ടാണ് ഒരു ഷർട്ടോ പാൻറ്റോ ബ്ലൗസോ എന്തും ആയിക്കോട്ടെ അത് കടകളിൽ തയ്ക്കുമ്പോൾ അതിൻ്റെ കൂലി നിശ്ചയിക്കുന്നത്. എന്നാൽ വീടുകളിൽ ഇരുന്ന് തയ്ക്കുന്നവർ, അല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ തയ്ക്കുന്നവർ, അതേ സാധനം തന്നെ, ടൗണിൽ തയ്പ്പിക്കുന്ന അതേ സാധനം തന്നെ നമ്മൾ ഗ്രാമത്തിൽ തയ്പ്പിച്ചാൽ, അല്ലെങ്കിൽ ഒരു വീട്ടിൽ തയ്പ്പിച്ചാൽ ആ കൂലി നമ്മൾ വാങ്ങത്തില്ല. ടൗണിൽ തയ്പ്പിക്കുന്ന കൂലി നമ്മൾ വാങ്ങുകയില്ല. അതിൻ്റെ കാരണങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അത് ആ കടയുടെ പകിട്ടും അതിൻ്റെ മഹിമയും ഒക്കെ നോക്കും. അതുപോലെ തന്നെ അതിന് ലേബല്, കവറ്, അതേപോലെ ബാഗ്, അതുപോലെ പരസ്യങ്ങൾ, ഇതൊക്കെ അതിനുണ്ടാവാം. അപ്പോൾ അതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ടൈലറിങ് ഷോപ്പുകളിൽ കൂലി വാങ്ങുന്നത്. എന്നാൽ വീടുകളിൽ അഥവാ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കൂലി വാങ്ങുന്നതിന് ഇങ്ങനെയുള്ള മാനദണ്ഡങ്ങളൊന്നുമില്ല.
അവിടെ നമ്മൾ ചിലവാക്കുന്ന എത്ര പൈസ അതിന് ചിലവായിട്ടുണ്ടെന്ന് കണക്കൂട്ടിക്കൊണ്ടും എത്ര സമയം അതിനു വേണ്ടി ചിലവഴിച്ചിട്ടുണ്ടെന്ന് കണക്കൂട്ടിക്കൊണ്ടും ആണ് നമ്മൾ കൂലി നിശ്ചയിക്കുന്നത്. അതുപോലെ നമ്മൾ ഒരു ബ്ലൗസാണെങ്കിൽ അല്ലെങ്കിൽ ചുരിദാറാണെങ്കിൽ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന വർക്കുകളുടെ അടിസ്ഥാനത്തിലും കൂടിയാണ് കൂലി നിശ്ചയിക്കുന്നത്. അപ്പോൾ ഞാനിത് പറഞ്ഞതിൻ്റെ സാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ യൂട്യൂബിലുള്ള വീഡിയോകളിൽ ഒരു കോട്ട് തയ്ക്കുന്നതിന്, ഒരു യൂണിഫോം കോട്ട് തയ്ക്കുന്നതിന് 400 രൂപ ഈ 2025 തയ്യൽ കൂലിയാണെന്ന് പറഞ്ഞാൽ എല്ലാവരും 400 രൂപ വാങ്ങണം എന്ന് അതിനകത്ത് നിർബന്ധമില്ല. അതുപോലെ ഒരു സ്കർട്ട് തയ്ക്കുമ്പോൾ അതിന് 400 രൂപയുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് 400 രൂപ വാങ്ങണം എന്ന് നിർബന്ധമില്ല. ഒരു ഷർട്ട് തയ്ക്കുമ്പോൾ അതിന് 500 രൂപ കൂലിയുണ്ട്, 2025 500 രൂപ കൂലി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് 500 രൂപ കൂലി വാങ്ങണമെന്ന് നിർബന്ധമില്ല. നമ്മൾ കൂലി നിശ്ചയിക്കുന്നത് ഒരാൾ വാങ്ങുന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല, അല്ലെങ്കിൽ ഒരു ടൗണിൽ വാങ്ങുന്നതിൻ്റെ അടിസ്ഥാനത്തിലുമല്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ കൂലി വാങ്ങുന്നത് ഞാൻ ആ ചെയ്യുന്ന വർക്കിൻ്റെ ഡിസൈൻ, അതിൻ്റെ സമയം, അതിനുവേണ്ടി ചിലവാക്കുന്ന പണം, അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം നിർണ്ണയിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ വർക്കിനും കൂലി വാങ്ങുന്നത്. അപ്പോൾ അത് മറ്റൊരാൾ ചെയ്തതുപോലെ ആയിക്കൊള്ളുന്നില്ല ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് മറ്റൊരാൾ വാങ്ങുന്ന കൂലിയല്ല ഞാൻ വാങ്ങുന്നത്. അപ്പോൾ ഒരു 2024, 25 വർഷങ്ങളിലൊക്കെ ഇന്ന കൂലികളായിരുന്നു എന്ന് നമ്മളൊരു വീഡിയോ കേട്ടിട്ട് നമ്മൾ ആ വീഡിയോയിൽ പറയുന്ന ചാർജുകളൊന്നും നമ്മൾ വാങ്ങരുത്. ഒരുപക്ഷെ നമുക്ക് അതിൽ കൂടുതൽ വാങ്ങേണ്ടി വരാം. ഇപ്പോൾ ഒരു തിരുവനന്തപുരത്തെ ഒരു ബ്ലൗസ് തയ്പ്പിച്ചതിന് 2800 രൂപ വാങ്ങിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ബ്ലൗസിന് അതിൻ്റേതായ വർക്കും അതിനു വേണ്ടിയിട്ട് സമയം ചിലവഴിച്ചതും എല്ലാം കണക്കൂട്ടിക്കൊണ്ടാണ് ആ ബ്ലൗസ് കൂലി വാങ്ങിച്ചത്. അപ്പോൾ തൃശ്ശൂർ വേറൊരു കൂലിയാണ്, എറണാകുളത്ത് മറ്റൊരു കൂലിയാണ്, അങ്ങനെ ഓരോ നാടുകളിലും ഓരോ കൂലികളാണ്. അപ്പോൾ അത് നമ്മൾ കണക്കൂട്ടുമ്പോൾ ഒരു ഏകീകൃത കൂലിയായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മളതിന് കൂലി വാങ്ങുന്നത് എന്തായാലും ഷോപ്പിൽ വാങ്ങുന്നതിനേക്കാൾ വളരെ കുറച്ച് നമുക്ക് വീടുകളിൽ വാങ്ങാൻ പറ്റും. അതിന് ഞാൻ 3-4 കാരണങ്ങൾ പറഞ്ഞു. 1, പരസ്യമില്ല; 2, ബാഗില്ല, കവറില്ല, ലേബലില്ല, അതുപോലെ തന്നെ വാടക കൊടുക്കണ്ട. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് വീടുകളിൽ ചെയ്യുന്ന വർക്കിന് കൂലി കുറച്ച് വാങ്ങിയാൽ മതി. അത് തന്നെ ഇപ്പോൾ ഒരു വീട്ടിൽ ചെയ്യുന്ന കൂലി തന്നെ മറ്റൊരു വീട്ടിൽ വാങ്ങിക്കൊള്ളണമെന്നില്ല. കാരണം 2 പേരും ചെയ്യുന്ന വർക്കുകൾക്ക് വ്യത്യാസമുണ്ട്, അതിനുവേണ്ടി ചിലവഴിക്കുന്ന സമയം വ്യത്യാസമുണ്ട്, അതിൻ്റെ ഫിനിഷിങ്ങിൽ വ്യത്യാസമുണ്ട്, പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ലൈനിങ് ബ്ലൗസ് തയ്ക്കുന്ന 2 വ്യക്തികളെ എടുത്തു കഴിഞ്ഞാൽ, ഒരു വ്യക്തി ലൈനിങ് ബ്ലൗസ് തയ്ക്കുമ്പോൾ അതിന് ലോക്ക് ചെയ്യുന്നുണ്ടാവാം, അതിൻ്റെ തയ്യൽ തുമ്പുകളെല്ലാം ഇൻ്റർലോക്ക് ചെയ്തായിരിക്കും കൊടുക്കുന്നത്. മറ്റൊരു വ്യക്തി അത് തയ്ക്കുമ്പോൾ ഇൻ്റർലോക്ക് ഒന്നും ചെയ്തിട്ടുണ്ടാവത്തില്ല, ചുമ്മാ അങ്ങ് തയ്ച്ച് കൊടുക്കത്തേ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു വ്യക്തി ലൈനിങ് ബ്ലൗസ് തയ്ച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ടാവാം, അപ്പോൾ മറ്റൊരു വ്യക്തി ഒരുപക്ഷെ തേച്ച് കൊടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പല വിധത്തിലാണ് ഓരോരുത്തരും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ലൈനിങ് ബ്ലൗസ് ലോക്ക് ചെയ്ത് തേച്ച് നന്നായി പാക്ക് ചെയ്ത് കൊടുക്കുന്ന വ്യക്തി 600 രൂപ വാങ്ങിച്ചെന്ന് വരാം. അതേസമയം ലോക്ക് ചെയ്യാത്ത, തേക്കാതെ ഒരു ലൈനിങ് ബ്ലൗസ് തയ്ച്ച ഒരാൾ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ 600 രൂപ മേടിക്കണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ഒരു ലൈനിങ് ബ്ലൗസിൻ്റെ കൂലി 600 ആണ് എന്ന് നമുക്ക് ആവറേജ് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ സാരം, ടൗണിലാണെങ്കിലും ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിലും വീടുകളിലാണെങ്കിലും നാം ചെയ്യുന്ന വർക്കിൻ്റെ മാനദണ്ഡത്തിലാണ് കൂലി നിശ്ചയിക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടി നമ്മളതിൽ കണക്കെടുക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ 2024 നമ്മൾ വാങ്ങിച്ച ടൈലറിങ് മെറ്റീരിയൽസിനെ പോലെ ആയിരിക്കത്തില്ല 2025 ടൈലറിങ് മെറ്റീരിയൽസിൻ്റെ വില. അപ്പോൾ ആ മെറ്റീരിയൽസിൻ്റെ വിലയും നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് വേണം കൂലി വാങ്ങാനായിട്ട്. അപ്പം 2024 കൂലി തന്നെ 25 വാങ്ങണം എന്ന് നിർബന്ധമില്ല. 2024 നമ്മളൊരു നൂല് വാങ്ങുമ്പോൾ 4 രൂപയായിരുന്നെങ്കിൽ 2025 അത് 5 രൂപ ആവാം. അങ്ങനെ എല്ലാ ടൈലറിങ് മെറ്റീരിയൽസിനും വില കൂടിയിട്ടുണ്ടാവാം. അപ്പോൾ ആ വില കൂടിയതിൻ്റെ അടിസ്ഥാനത്തിലും നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ അടിസ്ഥാനത്തിലും നമ്മൾ അതിനുവേണ്ടി ചിലവഴിക്കുന്ന പണത്തിൻ്റെ അടിസ്ഥാനത്തിലും നമ്മൾ അതിനുവേണ്ടി ചിലവഴിക്കുന്ന സമയത്തിൻ്റെ അടിസ്ഥാനത്തിലും നമ്മൾ ഒരു കൂലി നിശ്ചയിക്കുക എന്നുള്ളതാണ്. അല്ലാതെ തൃശ്ശൂർ ഒരു കൂലിയാണ് എന്ന് പറഞ്ഞാൽ അതേ കൂലി തൃശ്ശൂർ എല്ലാവരും വാങ്ങാൻ പറ്റത്തില്ല.
അല്ലെങ്കിൽ എറണാകുളത്തൊരു കൂലിയാണ് എന്ന് പറഞ്ഞ് എറണാകുളത്തുള്ള എല്ലാവർക്കും അതേ കൂലി വാങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ കൂലിയിൽ വരുന്ന വ്യത്യാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ നാം ചെയ്യുന്ന വർക്കിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ കൂലി മേടിക്കുന്നതാണ് അതിൻ്റെ ഉചിതം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന എൻ്റെ ശ്രോതാക്കളോട് ഞാനിങ്ങനെ പറയാം, കൂലി വാങ്ങുന്നതിന് ഒരു യൂട്യൂബിലുള്ള ഒരു വീഡിയോയുടെ മാനദണ്ഡത്തിലൊന്നും കൂലി വാങ്ങരുത്. അപ്പോൾ കൂലി വാങ്ങുന്നതിന് ഇങ്ങനെയുള്ള മാനദണ്ഡങ്ങളെ കണക്കെടുത്തുകൊണ്ട് വേണം വാങ്ങാൻ എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം. അപ്പോൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. അത് മറ്റുള്ളവർക്ക് ഈ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഷെയർ ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി.